ശമൂവേൽ ദീർഘദർശിയുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 15 മുതൽ 20 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാരിനോടും ഇന്നതുപോലെ അഹീഥോഫെൽ അബ്ശാലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇതുപോലെ ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളെ അയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള സമതലത്തിൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏതു വിധേനയും കടന്നു പോകണം എന്ന് ദാവീദിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്ന് സ്വയം കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് എൻരോഗേലിനരികെ കാത്തുനിന്നു. ഒരു വേലക്കാരി ചെന്ന് അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചു. എന്നാൽ ഒരു യുവാവ് അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹ്റീമിൽ ഒരു വീട്ടിൽ കയറി. മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി. വീട്ടുകാരി വിരിയെടുത്ത് കിണറിന്റെ വായിന്മേൽ വിരിച്ചു. അതിൽ കോതമ്പ് ചിക്കി. ഇങ്ങനെ കാര്യമറിയുവാനിടയായില്ല. അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹീമാസും നാഥാനും എവിടെയെന്ന് ചോദിച്ചു. അവരിവിടെ നിന്ന് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചിട്ട് കാണായികയാൽ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. കരുണ്യവാനായ ദൈവമേ, വൈരികളാൽ ഉപദ്രവിക്കപ്പെടുന്നവരായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ആമേൻ.